2 ദിവസത്തിനു മുൻപേ ഒരു കുഞ്ഞു കുട്ടിയുടെ ചിത്രം കണ്ട് നമ്മൾ മലയാളികളെല്ലാവരും കരഞ്ഞു. പയ്യന്നൂരാണ് സംഭവം. പയ്യന്നൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ ഡോക്ടർമാരുടെ ഭാഗത്ത് സംഭവിച്ച ഗുരുതരമായ വീഴ്ച. ഈ വീഴ്ചയ്ക്ക് കൊടുക്കേണ്ടി വന്നത്, അല്ലെങ്കിൽ ആ വീഴ്ചയിൽ സംഭവിച്ചത് ഒരു കുടുംബത്തിൻ്റെ തന്നെ ദാരുണമായ സംഭവമായിരുന്നു. അവരുടെ ഗുരുതരമായ വീഴ്ചയിലെ സ്ഥിതിയിലെ ഭൂരിഭാഗം അംഗങ്ങളുടെയും വിലയിരുത്തലോടെ വിദഗ്ധ സമിതി അംഗമായ ജില്ലാ ഗവൺമെന്റ് ലീഡർ അഡ്വക്കേറ്റ് കെ അജിത് കുമാർ രംഗത്തെത്തിയതോടെ തന്നെ എല്ലാവരും ഇപ്പോൾ ആശുപത്രി അധികൃതരെ തന്നെയാണ് കുറ്റം പറയുന്നത്. പയ്യന്നൂരിലെ 1.5 വയസ്സുകാരൻ്റെ മരണത്തിൽ അജിത് കുമാർ പ്രതികരിച്ചതും കുഞ്ഞിന് 6 മണിക്കൂറോളം സമയം ചികിത്സയൊന്നും നൽകിയിരുന്നില്ല എന്ന തെളിവുകൾ പുറത്തു വന്നതോടെയാണ്. അപ്പോൾ വലിയ ബ്ലീഡിംഗ് ഇല്ലെന്ന് വ്യക്തമാണ്. ഇത്ര ചെറിയ പരിക്കിന് ജനറൽ അനസ്തീഷ്യ വേണ്ടെന്ന നിഗമനത്തിലാണ് സമിതി എത്തിയത്. ആവശ്യമില്ലാത്ത ട്രീറ്റ്മെന്റിലാണ് ഡോക്ടർ ശുപാർശ ചെയ്തതെന്നും വിദഗ്ധ സമിതി വിലയിരുത്തിയിട്ടുണ്ട്. ജനറൽ അനസ്തീഷ്യ കാരണം അപകടമുണ്ടായാൽ അതിനെ മറികടക്കാനുള്ള സൗകര്യം ആ ആശുപത്രിയിൽ വേണമായിരുന്നു. ആ സൗകര്യം ഇല്ലാത്തത് കൊണ്ടാണല്ലോ മറ്റൊരു ആശുപത്രിയിലേക്ക് കുട്ടിയെ മാറ്റേണ്ടതായി വന്നത്. അങ്ങനെ സൗകര്യമില്ലാത്ത ആശുപത്രിയിൽ ഇങ്ങനെ ഒരു അനസ്തീഷ്യ കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് ജില്ലാ ഗവൺമെന്റ് ലീഡർ അഡ്വക്കേറ്റ് കെ അജിത് കുമാർ പ്രതികരിച്ചു. ആശുപത്രിയിൽ ഈ സൗകര്യമില്ലെന്ന് കണ്ടെത്തിയെന്നും ജില്ലാ ഗവൺമെന്റ് ലീഡർ അഡ്വക്കേറ്റ് കെ അജിത് കുമാർ വിശദമാക്കി. 6 മണിക്കൂറുകളോളം തന്നെ മുറിവ് സുഖപ്പെട്ട് തുടങ്ങുമെന്ന് വ്യക്തമാക്കിയിരിക്കെ ഈ ചെറിയ മുറിവിനെ പ്ലാസ്റ്റിക് സർജറി ചെയ്യേണ്ടതില്ലെന്നും പറഞ്ഞു. അനസ്തേഷ്യ നൽകി ചികിത്സിക്കാൻ മറ്റു ചില താല്പര്യങ്ങളുണ്ടോ എന്നും സംശയിച്ചാൽ തെറ്റു പറയാൻ കഴിയില്ലെന്നും ഇങ്ങനെ ഒരു ചികിത്സ പ്രോട്ടോകോൾ ഡോക്ടർമാർക്ക് ആരാണോ കൊടുത്തത് അവരെ കൂടി കണ്ടെത്തണമെന്നും പറഞ്ഞു. 2 ദിവസത്തിനകം റിപ്പോർട്ട് പോലീസിന് കൈമാറുമെന്നും ജില്ലാ ഗവൺമെന്റ് ലീഡർ അഡ്വക്കേറ്റ് കെ അജിത് കുമാർ വിശദമാക്കി. അതേസമയം ഇന്ന് ചേർന്ന മെഡിക്കൽ ബോർഡ് യോഗത്തിൽ നാടകീയ രംഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 7 പേരെയാണ് ജില്ലാ മെഡിക്കൽ ഓഫീസർ മെഡിക്കൽ ബോർഡിൽ ഉൾപ്പെടുത്തിയത്. ഇതിൽ 3 പേരെ മാത്രമേ യോഗത്തിൽ പങ്കെടുക്കാൻ പബ്ലിക് പ്രോസിക്യൂട്ടർ അനുവദിച്ചുള്ളൂ. കേസിലെ ഇടപെടലിന്റെ ഭാഗമായാണ് അനാവശ്യമായി ആളുകളെ മെഡിക്കൽ ബോർഡിൽ ഉൾപ്പെടുത്താത്തതെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ കെ അജിത് കുമാർ തന്നെ ഈ ഒരു വാർത്തയെക്കുറിച്ച് നല്ലതുപോലെ പ്രതികരിക്കുകയും ഇതിനെക്കുറിച്ച് വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതേസമയം കേസിൽ പലവിധ സമ്മർദ്ദങ്ങൾ നടക്കുന്നതായി ആശങ്കയുണ്ടെന്നും കുടുംബം പ്രതികരിച്ചിട്ടുണ്ട്. മെഡിക്കൽ ബോർഡിലെ ഇടപെടലുകൾ ഇതിന്റെ സൂചനയാണ് എന്ന് കുടുംബം തന്നെ ഈ ഒരു വാർത്തയെക്കുറിച്ച് പ്രതികരിച്ചു. നീതിയുക്തമായ അന്വേഷണം നടക്കണമെന്ന് തന്നെയാണ് കുടുംബം ആവശ്യപ്പെട്ടുകൊണ്ട് എത്തുന്നത്. അതേസമയം 1.5 വയസ്സുകാരൻ ദേവാൻഷ് ശൗര്യ മരിച്ചത് അനസ്തേഷ്യ നൽകിയത് തുടർന്നാണ് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. 8 വർഷത്തോളം കാത്തിരുന്ന് ലഭിച്ച മകനാണ്. ഞങ്ങൾക്ക് അവനില്ലാതെ പോകാൻ സാധിക്കില്ല എന്നും അവൻ്റെ മരണം ഞങ്ങളെ അത്രമാത്രമാണ് ഇപ്പോൾ ദുഃഖത്തിലാഴ്ത്തിയതെന്നും പറയുകയാണ് ഇവർ. ചുണ്ടിലും താടിയിലും പരിക്കേറ്റ 1.5 വയസ്സുകാരൻ ദേവാൻഷ് ശൗര്യയ്ക്ക് അനസ്തേഷ്യ നൽകേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല എന്ന് പരിയാരം മെഡിക്കൽ കോളേജ് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു.